അസോസിയേറ്റ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം MC ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനീഷ് സർ, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാലോ. അദ്ദേഹം എൻ്റെ അപ്ലൈനാണ്. ഈ ഒരു സിസ്റ്റം, പേൾ വെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സിസ്റ്റം അദ്ദേഹമാണ് എന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ലോകത്തിൽ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ പേര് ചോദിച്ചാൽ അതിൽ ഒരു വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട മനീഷ് സാർ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീറ്റിംഗ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇന്നലെ നമ്മുടെ എല്ലാ അസോസിയേറ്റ്സും ചേർന്നുകൊണ്ട് ആ ഒരു പദവി, മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് എന്നെ എത്തിച്ചു. എൻ്റെ കൂടെ മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വളരെ സജീവമായി നിൽക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കുമാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമല്ല, ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഒന്നും അറിയാതെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന വല്ലാത്തൊരാഗ്രഹവുമായി മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് എനിക്കിതിൽ വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ പ്രകൃതിയോട് ഞാൻ ഏറെ നന്ദി ഉള്ളവരാകുന്നു. നമുക്കറിയാം, ഒരുപാട് സൂക്ഷ്മ ജീവികളുള്ള ഈ ഒരു ഭൂമിയിൽ എനിക്കും ജീവിക്കാൻ ഒരു അവസരം ലഭിച്ചു. അതിനെന്റെ മാതാപിതാക്കളോട് ഞാൻ വളരെയേറെ നന്ദി പറയുന്നു. അതുപോലെ ഇത്തരമൊരു സിസ്റ്റത്തിന്റെ മഹത്വത്തെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി തരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അശോകൻ സാർ, അതുപോലെ തന്നെ കണ്ണൻ സാർ, ഒരു ബിസിനസ്സിലുപരി എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണേണ്ടത് എന്ന് എന്നെ ഇന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സ്. അതുപോലെ തന്നെ പേൾ വെയിൻ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ സാമ്പത്തിക ആരോഗ്യമാണ്, ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. എനിക്ക് നന്ദിയുള്ളത് ഞാൻ കഴിവുകെട്ടവനാണ് എന്ന് പറഞ്ഞവരോടാണ്, വായ്പ ചോദിച്ചിട്ടും തരാത്തവരോട്, വായ്പ വാങ്ങിയിട്ട് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ അപമാനിതനായി മനസ്സിൽ ആഴത്തിലേറ്റ മുറിവിൽ വീണ്ടും വീണ്ടും ഉപ്പ് പുരട്ടി തന്നവരോടാണ്. പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം ബന്ധങ്ങൾ ഉപേക്ഷിച്ചു പോയി, പ്രണയത്തെ ഉപേക്ഷിച്ചു പോയ ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് തന്ന എൻ്റെ ജീവിതത്തോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി. പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കുണ്ടായ എല്ലാ പ്രതിസന്ധികളും അതിൻ്റെ ഒരു ഭാഗത്ത് പണമാണ് എന്ന തിരിച്ചറിവ്, അതെന്നിലേക്ക് എത്തിക്കാൻ പേൾ വെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു വലിയ സബ്ജക്റ്റ് വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു പണം എന്ന് പറയുന്ന ഈ ഒരു എനർജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കൈകളിലേക്ക് വരുന്നത് എന്നതിനെ കുറിച്ച്, ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. ഈ 2 വർഷങ്ങൾക്ക് മുമ്പേ പണമുള്ള ആളുകളെ കാണുമ്പോൾ എനിക്കൊരു തരം വല്ലാത്ത പകയും അസൂയയും ഒക്കെ ആയിരുന്നു. അവരൊക്കെ പണം നേടിക്കൊണ്ടിരുന്നത് എന്തൊക്കെയോ തെറ്റായ വഴികളിലൂടെ ആയിരുന്നു എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ഒരുപാട് കയ്യടികൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടം വന്നപ്പോ കയ്യടികൾ നിലച്ചു, ആളുകൾ ചുറ്റുമുള്ളവർ ഒഴിഞ്ഞുപോയി. ഞാൻ മാത്രം പിന്നെ ജീവിതത്തിന്റെ ദുരന്ത മുഖത്ത് പകച്ചു നിന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പേൾ വെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം എന്നിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മനീഷ് സാർ എത്തിച്ചത്. നമുക്ക് എല്ലാവർക്കും കേൾക്കേണ്ടത് നമ്മുടെ ബിസിനസിനെ കുറിച്ചാണ്. അതിലേക്ക് വരാം. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും മറ്റു കാര്യങ്ങൾ പറയുന്നത്. ഒരിക്കലും ഒരു മോട്ടിവേഷനായിട്ടോ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കഥകളായിട്ടോ നിങ്ങൾ ഇതിനെ വിലയിരുത്തരുത്. മോട്ടിവേഷനൊക്കെ ഒരുപാട് നമുക്ക് ചുറ്റും നമ്മൾ കാണാറുണ്ട്. അപ്പൊ മോട്ടിവേഷന്റെ പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ മാറേണ്ടത്? ആ മനുഷ്യൻ മാറണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ അയാൾ സ്വയം അപ്ഡേറ്റ് ചെയ്യപ്പെടണമെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തെ
കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. ഈ കഴിഞ്ഞ 4-4.5 വർഷത്തെ പ്രവർത്തനം, അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നലെ ആലപ്പുഴ വെച്ച് നടന്ന ഫിസിക്കൽ മീറ്റിംഗ് ആണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വീട്ടിലെത്തി. ഇന്ന് വീട്ടിൽ നിന്ന് മാത്രമാണ് കുറെ ആളുകളോട് സംസാരിച്ചത്, പുറത്തേക്ക് പോയിട്ടില്ല. ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് പ്രത്യേക സാഹചര്യത്താൽ ക്യാൻസൽ ആയത് കൊണ്ടാണ്. നാളെ വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് നമ്മുടെ അശോക് സാറിനെ കുറിച്ചറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീടാണ്. ആ വീട്ടിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടിപ്പോ വർഷങ്ങളായി. അശോക് സാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, 2-3 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ, ടീമുകളിൽ പറയാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടത്തോടെ ചാരിയിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കസേര കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ, സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കാണും. നിങ്ങൾ ആദ്യം ആ കസേര നശിപ്പിക്കുക. ആ കസേര നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങും. വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കണ്ട ഒരു മനുഷ്യനും ഇന്ന് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. യാത്രകൾ ചെയ്ത ആളുകളാണ് എപ്പോഴും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്, ബിസിനസ്സുകൾ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വളരെ മൂല്യവത്തായ ഒരുപാട് വാക്കുകൾ എപ്പോഴും മനസ്സിൽ മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ട്, മനീഷ് സാറിന്റെ വളരെ ദൃഢനിശ്ചയമുള്ള ചില തീരുമാനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ട്, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിയാണ് എന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന ഒരു പറ്റം അസോസിയേറ്റ്സിന്റെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ട്, പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ വെറുത്തു തുടങ്ങിയ എന്റെ നാട്ടുകാരുടെ മുന്നിൽ, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഇന്ന് എനിക്ക് ഷാജി കണ്ണൂർ എന്ന് പറയുന്ന ഒരു പേര് വളർത്തിയെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരിക്കൽ കൂടി എല്ലാ എന്റെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു അവസരം നമ്മളിലേക്ക് തന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ആ മഹാമനുഷ്യനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.